ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ ഇന്നൊരു ഡാൻസിൻ്റെ വീഡിയോ എടുക്കാൻ പോണേണ്. അപ്പോൾ ചെറിയ വ്ളോഗാക്കിയാലോ എന്ന് വിചാരിച്ച്. പുതുക്കലോട്ടത്തുള്ള മാക്കാപ്പറമ്പിലാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. പോകുന്ന വഴിക്ക് തുരങ്കത്തിൻ്റെ അകത്തൊക്കെ കൂടെ ഉണ്ടാ പോകേണ്ടത്. തുരങ്കത്തിൻ്റെ അകത്ത് വന്നപ്പോൾ നല്ല എക്കോ ആയിരുന്നേ. നിങ്ങൾക്ക് ഇഷ്ടമാണോ എക്കോ വരാൻ വേണ്ടി വെച്ചെടുക്കാൻ? അങ്ങനെ ഞങ്ങൾ മാക്കാപ്പറമ്പ് അറ്റം എത്തിയിട്ടോ. ഞാനും അമ്മയും ചേട്ടന്മാരും കൂടിയാണ് കേട്ടോ 2 വീലറിന് പോയത്. ഞങ്ങൾ കുറേ ദൂരം ഉള്ളിലോട്ട് പോയി. ഇത് പേരണ്ടൂർ കനാലിൻ്റെ ഒരു ഭാഗമാണേ. പ്രളയം വന്നപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറി. എല്ലാവരും ക്യാമ്പിലായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ പോയപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഏറ്റ സമയമായിരുന്നേ. അങ്ങനെ കുറേ പോയിട്ട് വീഡിയോ പിടിക്കാനുള്ള സ്ഥലം നോക്കി. അപ്പം അവിടെ ഒരു ചീനവലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നിന്ന്. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. വെയിലടിച്ചിട്ട് കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് പറ്റാനിട്ട് വേറെ സ്ഥലം നോക്കിയിട്ടാ. ഇവിടെ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം വെട്ടവും തണലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ നല്ല രസമാണ്. കളിയും തമാശയും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. അച്ഛനും കൂടെ ഉണ്ടെങ്കിൽ പറയണ്ട. അച്ഛനിപ്പോൾ ജോലിക്ക് പോയേക്കണേ, അല്ലെങ്കിൽ ഇപ്പം ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ വീഡിയോ പിടിക്കാനൊക്കെ തുടങ്ങിയിട്ടോ. പാട്ട് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണേ. ഇതെൻ്റെ രണ്ടാമത്തെ ചേട്ടനാണ്, അർജുൻ. അച്ചുന്ന് വിളിക്കും. ഞങ്ങൾ രണ്ടുപേരുള്ള ഡാൻസിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നതെങ്കിൽ മൂത്ത ചേട്ടനാണ് പാട്ട് കേൾക്കുന്നത്. മൂത്ത ചേട്ടൻ്റെ പേര് നിരഞ്ജൻ, നിച്ചു എന്ന് വിളിക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കോമഡി അച്ചു ആണേ. കോമഡി ഒന്നുമല്ല, വെറുതെ ചളി പറഞ്ഞിരിക്കും. ഞങ്ങൾ വീഡിയോ എടുക്കാൻ നേരത്തെ വെട്ടം ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പല പല സ്ഥലത്തുനിന്ന് മാറി നിന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് കേട്ടോ ഇത്. അവസാനം ഈ ഒരു സൈഡിൽ നിന്ന് എടുത്തപ്പോഴാണ് ഏകദേശമൊക്കെ ഓക്കെ ചെയ്ത്. ഡാൻസിൻ്റെ വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണണേ, ലൈക്കും കമൻറ്റും ചെയ്യണേ. കലാഭവൻ മണിച്ചേട്ടൻ്റെ പാട്ട് ആർക്കാ ഇഷ്ടമില്ലാത്തത്? ചേട്ടൻ്റെ ഒരു പാട്ടാണ് ഞങ്ങൾ കളിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന പാട്ടില്ലേ, വളകിലിക്കണ കുഞ്ഞോളെ, അത്. ഇതിപ്പോൾ അമ്മ വീഡിയോ എടുക്കുന്നത് ചേട്ടൻ എടുത്തതാണേ. വീഡിയോ ചെയ്യാൻ ഞങ്ങളെ അച്ഛനും അമ്മയും ഒരുപാട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. പിന്നെ വേറെ സ്ഥലം കണ്ടപ്പോൾ ഒരു വീഡിയോയും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് 3-4 വീഡിയോസ് പഠിക്കും. എന്നിട്ട് വേറെ ദിവസം വീഡിയോസ് പിടിക്കും. ഇന്നിപ്പോൾ 3 പിടിച്ചിട്ടാ. ഒരെണ്ണം വീടിൻ്റെ അടുത്ത് തന്നെയാണ്. വീഡിയോസൊക്കെ പിടിച്ച് സമയം പോണ അറിഞ്ഞില്ല. ഒത്തിരി വൈകി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കൂടുതൽ സമയം നിന്നില്ല, വീട്ടിലോട്ട് പോയി. പോകുന്ന വഴിക്ക് എൻ്റെ ക്ലാസ്സിൽ പഠിക്കണ വൈഷ്ണവ് രാജേഷിനെ കണ്ടേ. അപ്പം അവൻ്റെ വീട് എവിടെയെന്നൊക്കെ അമ്മ ചോദിച്ചു. അവൻ്റെ വീട് ഇവിടെ അടുത്താന്ന് പറഞ്ഞു. അപ്പം അവിടെ ഉള്ളൊരു അപ്പാപ്പൻ വന്നേ. ഭയങ്കര തമാശയായിരുന്നു. എന്തൊക്കെയോ കോമഡി പറഞ്ഞു. ഞങ്ങൾക്ക് ചിരി വന്ന്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ്. അപ്പോൾ അപ്പാപ്പനും പറഞ്ഞ് അപ്പാപ്പനും യൂട്യൂബ് ചാനലുണ്ടെന്ന്. പിന്നെ ദേ വൈഷ്ണവിൻ്റെ പുറകിലൊരു വഞ്ചി കണ്ടോ നിങ്ങൾ? ആ വഞ്ചിയിലേ അപ്പാപ്പൻ ഞങ്ങൾ ഒരു ദിവസം കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഞങ്ങൾ വെള്ളമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കട കണ്ടേ. അവിടെ ഞങ്ങൾ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഞാനിതാണ് കേട്ടോ എടുത്തത്, മാംഗോ ജ്യൂസ്. ചേട്ടന്മാരും അത് തന്നെ കേട്ടോ എടുത്തത്. അമ്മ ഒരു സോഡ വാങ്ങിച്ചേ. അമ്മ വീഡിയോ എടുക്കണ കണ്ടിട്ട് ആ അമ്മാമ്മ ചോദിച്ചേ ഫോട്ടോ എടുക്കണേനാന്ന്. അപ്പോൾ അമ്മാമ്മക്ക് ചിരി വന്നു. ഒരു പാവം അമ്മാമ്മ. പിന്നെ ഞങ്ങൾക്ക് അമ്മാമ്മ സോഡയൊക്കെ പൊട്ടിച്ചെന്ന്. അത് ഞങ്ങൾ കുടിച്ച്.
അമ്മാമ്മക്ക് ചിരിയും വന്നുണ്ട്. സോഡ പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മാമ്മ കുറേ വിശേഷങ്ങൾ പറഞ്ഞേ. പിന്നെ ഞങ്ങളുടെ വീട് എവിടെയെന്നൊക്കെ ചോദിച്ച്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ പൈസയൊക്കെ കൊടുത്തേ. അപ്പോൾ അമ്മാമ്മ എൻ്റെ അടുത്ത് കണക്ക് കൂട്ടാൻ പറഞ്ഞേ, എത്ര രൂപയെന്ന്. ആദ്യം എൻ്റെ തെറ്റിപ്പോയി. അപ്പോൾ അമ്മാമ്മ ഞെട്ടിപ്പോയി. പിന്നെ ഞാൻ ശരിയാക്കിട്ടോ. പിന്നെ ഞങ്ങൾ പോകാൻ നേരം അമ്മാമ്മ രണ്ടാമത് വിളിച്ചേ. എന്നിട്ട് എനിക്കും ചേട്ടന്മാർക്കും അമ്മയ്ക്കും മിഠായി തന്നേ. അമ്മാമ്മയുടെ സന്തോഷത്തിനാന്നാ അമ്മാമ്മ പറഞ്ഞ. ഞങ്ങൾ അമ്മാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാവരും അമ്മാമ്മയുടെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞ്. അപ്പതേ അമ്മാമ്മ വെൽക്കം. അടിപൊളി അമ്മാമ്മ. എന്നിട്ട് ഞങ്ങൾ അമ്മാമ്മക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. പോകുന്ന വഴിക്ക് പിന്നെയും തുരങ്കത്തിൻ്റെ അകത്തോടെ തന്നെ പോണേ. ഇങ്ങോട്ട് പോകാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. പിന്നെ ഉള്ളത് റെയിൽ കടന്നു പോണം. ഞങ്ങൾ വണ്ടിയിലായതുകൊണ്ട് ഞങ്ങൾ ഈ വഴിയാ വന്നത്. ഇവിടെ അടുത്താണ് അച്ചുചേട്ടൻ്റെ ഫ്രണ്ട് ഇമ്മാനുവലിൻ്റെ വീട്. ഇവര് 4 പേര് ചങ്ക് ഫ്രണ്ട്സാണേ. അച്ചുചേട്ടൻ, ഇമ്മാനുവല്, അർജുനാറ്, ശ്രീദത്ത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇമ്മാനുവൽ ചേട്ടൻ ഉണ്ടായില്ല. ആള് കളിക്കാൻ പോയി. അപ്പം ഞങ്ങൾ ആൻറ്റിയുടെ അടുത്ത് സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇത് ലൂർദ് മാതാ പള്ളിയാണേ. ഞങ്ങളിവിടെ അടുത്ത് താമസിച്ചിരുന്ന സമയത്ത് ഇടയ്ക്ക് വരാറുണ്ടായി. ഇപ്പൊ പള്ളിയിൽ കുറേ ആയി വന്നിട്ട്. ഈ കാണുന്നത് ഞങ്ങളുടെ സ്കൂളാണേ. ഇത് കണ്ടോ കൊന്നമരം, എന്തോരം കൊന്നപ്പൂവാ. ഇനി വിഷുവിന് കണി വെക്കാൻ നോക്കുമ്പോൾ ഒരെതള് പോലും ഉണ്ടാവൂല. ശരിയല്ലേ? ഞങ്ങൾ വീടെത്താറായിട്ടുണ്ട്. സ്കൂളും വീടും അടുത്തടുത്താണേ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂളിൻ്റെ എൻട്രൻസ്. പിന്നെ ഞങ്ങൾ വീടിൻ്റെ വഴി എത്തിയട്ടോ. വഴി എത്തിയപ്പോൾ തന്നെ തീരുണ്ട് ചാക്കുകാരി. ഞങ്ങൾ ചാക്കായിരുന്നാ പറയണ. ഈ കുപ്പിപ്പാട്ടയൊക്കെ പിറക്കാൻ വരൂലേ? ഞങ്ങൾക്ക് പേടിയാ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ വീടെത്താറായിട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞു വ്ലോഗ് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ബൈ.